2012 ഞാൻ SLC ചെയ്തിട്ടുള്ളത്. അതോടുകൂടി കല്യാണം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പോവൊന്നും വേണ്ട, നമുക്കൊരു റിസ്ക്കും ഇല്ല. നമ്മളെ സാഹചര്യത്തിന് ഒഴിവിനനുസരിച്ച് ഫ്രീ ടൈമിൽ നോക്കിയിട്ട് എടുത്താൽ മതി. ഇതിൽ ചേർന്നതുകൊണ്ട് എനിക്ക് സ്കൂൾ ലൈഫ് തന്നെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയ പോലെ അതുപോലെ പോയിന്റർമാരെ എടുത്തു പറയേണ്ടത് അവരെയാണ്. ഓരോ എക്സാമിൻ്റെ അത് കഴിയുമ്പോഴും പോലെ എങ്ങനെ ഉണ്ടായിരുന്നു. അതിന് ജൂമി ഹയർ സെക്കൻഡറിയിൽ ഈ വർഷം മികച്ച മാർക്ക് വാങ്ങിയ കുട്ടികളിൽപ്പെട്ട ഒരാളാണ് സാജിദ. സാജിദ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. എനിക്ക് 3 കുട്ടികളാണ്. വലിയ കുട്ടിക്ക് 10 വയസ്സായി. അതിൻ്റെ താഴെ 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് ഹോട്ടലാണ്. 2012 ഞാൻ SLC ചെയ്തിട്ടുള്ളത്. അതോടുകൂടി കല്യാണം കഴിഞ്ഞ് പിന്നെ പഠനം തന്നത് അവിടെ നിർത്തിച്ച് പിന്നെ ഇപ്പോൾ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ അതിനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. മൂപ്പര് പ്രവാസിയും കൂടി ആയതുകൊണ്ട് അതിന് പോയിക്കാണ്ട് പഠിക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടീന് 1 വയസ്സായപ്പോഴാണ് എനിക്ക് ജൂമിൻ്റെ ഒരു കിസ് ഫെസ്റ്റ് എന്നുള്ളതിൽ കൂടെ ഈ മെസ്സേജിൽ കൂടെ കണ്ടു പരിചയപ്പെട്ട് അതിൽ കൂടെ കയറിയാണ്ട് എനിക്ക് ചെയ്യുമ്പോൾ കേരള സിലബസിൻ്റെ +2 ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മോട്ടിവേറ്റ് ഹസ്ബൻഡ് എപ്പോഴും പഠിക്കണം ഓരോരുത്തർ പഠിക്കണം കാണുമ്പോഴും എൻ്റെ താഴെയുള്ള സഹോദരങ്ങളൊക്കെ ഓരോ ഡിഗ്രി കഴിഞ്ഞ് ഓരോ ലെവലിലെത്തുമ്പോഴും എനിക്ക് അവരെക്കാട്ടിലും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പോവൊന്നും വേണ്ട, നമുക്കൊരു റിസ്ക്കും ഇല്ല. നമ്മളെ സാഹചര്യത്തിന് ഒഴിവിനനുസരിച്ച് ഫ്രീ ടൈമിൽ നോക്കിയിട്ട് എടുത്താൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമ്മളെ സാഹചര്യങ്ങളും നമ്മളെ ചുറ്റുപാടുകളും കൊണ്ടെടുക്കാനും കഴിയും. അതോടുകൂടി നമ്മളെ ക്വാളിഫിക്കേഷൻ ഒന്നും കൂടി ഉയർത്താനും കൂടി കഴിയും. ഈ ഓൺലൈൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൺലൈനിലുള്ള പഠിത്തം കൊണ്ട് ഏറ്റവും മെച്ചതാണ്. ജൂമിയിൽ ചേർന്നതുകൊണ്ട് എനിക്ക് സ്കൂൾ ലൈഫ് തന്നെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയ പോലെ അതുപോലെ പോയിട്ടില്ലെങ്കിലും അസ്മാനിലെ ഓരോ ആർട്സ് ഫെസ്റ്റ് ആയിട്ടും കിസ് ഫെസ്റ്റ് ആയിട്ടും എല്ലാതും കൂടെ സ്കൂളിന്റെ ഒരു ഇത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതുപോലെ എപ്പോഴും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മെന്റർമാർ എടുത്തു പറയേണ്ടത് അവരെയാണ്. ഓരോ എക്സാമിൻ്റെ അത് കഴിയുമ്പോഴും പോലെ എങ്ങനെ ഉണ്ടായിരുന്നു. അതിന് തലേന്ന് തന്നെ കുറേ അതിന് മോട്ടിവേഷൻ തരും. അതിനെക്കുറിച്ച് എന്തൊക്കെ ഓരോന്ന് വന്ന് അതിന് വരുന്ന ടോപ്പിക്കുകളും ഒക്കെ പറഞ്ഞുതരും. അതുപോലെ നല്ല സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. 2012 നമ്മൾ കല്യാണം കഴിഞ്ഞത് അന്ന് മുതലേ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണം. അപ്പോൾ ഞാൻ പ്രവാസി ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ പഠിത്തം ജസ്റ്റ് നിർത്ത്, നമുക്ക് പിന്നീട് ചിന്തിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. 2022 2023 ഓടി അസ്മാൻ്റെ ഇത് കണ്ട്. അപ്പം പിന്നെ ഓരോന്ന് കാണുമ്പോൾ ഓരോ മെസ്സേജ് എനിക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരും. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഞാൻ അത് പഠിക്കട്ടെ ചെയ്യും. ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് ഇതിന് ഒരു തുടക്കം കുറിച്ചത്. പിന്നെ എൻ്റെ കൂട്ടുകാരും ഇവരൊക്കെ പഠിക്കുന്നുണ്ട്, ഓളൊക്കെ ഡിഗ്രിയാണ്, അവിടെ എത്തി വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ